അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന ആളുകളായാലോ? നമ്മളൊരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റേത് എന്നല്ല, ഒരാളും ശാപത്തിൻ്റെ ഒരു വാക്കും നമ്മളോട് പറയരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നതും. എന്നാൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന, അള്ളാഹു ശപിച്ചവർ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗമാണ്. അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഉമ്മാൻ്റെ ഒരു ശാപം, അത് നമ്മൾ പറയാറുണ്ട്, ഉമ്മാൻ്റെ ശാപം ഒരിക്കലും അത് മാറൂല, അത് വലിയ ഗൗരവമുള്ളതാണ്. അതേപോലെ തന്നെ അധ്യാപകൻ്റെ ശാപത്തിനെക്കുറിച്ച്, ഉപ്പയുടെ ശാപത്തിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന ചില ആളുകളുണ്ട്. ആരാണ് ആ വിഭാഗം? അതിനെക്കുറിച്ച് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അതൊരു സംഭവമാണ്. ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും. മഹാനായ അബു തുഫൈൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ആമിർ ഇബ്നു വാസില എന്നാണ്. അങ്ങനെയുള്ള അബു തുഫൈൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം ചോദിക്കണം. അദ്ദേഹം ചോദിച്ചു, അഖ്ബിർനാ ബിശൈഇൻ അസറഹു ഇലൈക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണേ, അല്ലയോ അലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വകാര്യമായി അറിയിച്ചു തന്ന വല്ല കാര്യങ്ങളുണ്ടോ? അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. അലി റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ചെറിയ പ്രായം തൊട്ടേ ജീവിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യമായിട്ട് വല്ലതും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ടോ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇതാണ് ചോദ്യം. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അസറ ഇലയ്യ ഷൈഅൻ ഖതമഹുന്നാസ്. ജനങ്ങൾക്ക് മറച്ചു വെച്ചുകൊണ്ട് ഒരു സ്വകാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പക്ഷെ ഒരു കാര്യമുണ്ട്, സമിഅതുഹു യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 3 വിഭാഗം ആളുകളെക്കുറിച്ച് നമുക്കറിയിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണക്കാരായ 3 ആളുകൾ. അതിൽ ഒന്നാമത്തെ വിഭാഗം അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹ് മൻ ദബഹ ലിഗൈരില്ലാഹ്. അള്ളാഹു അല്ലാത്തവർക്ക് ബലിയറുത്ത ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. ബലി അറക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അറക്കേണ്ടതാണ്. അറവുകളെല്ലാം അള്ളാഹിൻ്റെ തൃപ്തിക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും വേണ്ടിയായിരിക്കണം. എന്നാൽ ഏതെങ്കിലും മരണപ്പെട്ടു പോയവരോ അല്ലെങ്കിൽ അങ്ങനെ ഔലിയാക്കന്മാരെന്ന് പറയുന്നവരോ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പുണ്യപുരുഷന്മാരുടെ പേരിലോ ഒക്കെയായി അറവ് നടത്തുന്ന ആളുകളുണ്ട്. അവരുടെ പൊരുത്തത്തിനു വേണ്ടി, അവരുടെ ബറക്കത്തിനു വേണ്ടി, അവരുടെ ഹക്കിനു വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സാമീപ്യത്തിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുന്ന ആളുകളുടെ വിഷയത്തിൽ ഒരു പക്ഷേ ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ അറവ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ബിസ്മി പറയുന്നുണ്ടല്ലോ, ബിസ്മില്ല പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അത് യഥാർത്ഥ അറവാവണമെന്നില്ല. കാരണം അവിടെ ഉദ്ദേശ്യമുണ്ട്. പൊരുത്തം പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്, മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ്. ബദരീങ്ങൾക്കുള്ള ആട്,
അല്ലെങ്കിൽ ഇന്നാലിൻ്റെ മുഹിദ്ദീൻ ഷെയ്ഖിന് വേണ്ടിയിട്ടുള്ള പോത്ത്, ഈ രൂപത്തിലൊക്കെയാണ് പല അറബുകളും നടത്താറുള്ളത്. പ്രിയപ്പെട്ടവരെ, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലാഹു ശപിക്കട്ടെ, മൻ ഒരുത്തനെ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്ന ആളുകളെ. അപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നു മാത്രമല്ല, അല്ലാഹു അല്ലാത്തവരുടെ പൊരുത്തത്തിനു വേണ്ടി ഏതെങ്കിലും നിരക്കുള്ള അറവ് നടത്താനും പാടില്ല എന്നതുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം, അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണക്കാരായ രണ്ടാമത്തെ വിഭാഗം, വലഅനല്ലാഹ്, അള്ളാഹു ശപിക്കട്ടെ, മൻ ആവാ മുഹ്ദിസ, ഈ ഒരു ദീനിൽ, ഈ ഒരു മതത്തിൽ പുതുതായി ബിദ്അത്തായ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ, പുത്തനാചാരങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ, അവരെയും അള്ളാഹു ശപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് അലി റളിയല്ലാഹു അൻഹു അറിയിച്ചു തരുന്നത്. ഇസ്ലാമിൽ ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ സ്വർഗത്തിലേക്ക് എത്താനായി, അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ അത് നരകത്തിലെത്തും എന്നുറപ്പുള്ളത്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് താക്കീത് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും നല്ലതല്ലേ നല്ലതല്ലേ എന്ന ആ ഒരു ലേബൽ വെച്ചുകൊണ്ടാണ് പല ആളുകളും പല പ്രവർത്തനങ്ങളും തുടങ്ങാറുള്ളത്. സത്യത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതാണെങ്കിൽ അത് നമ്മളെ അറിയിച്ചിട്ടുണ്ട്, നല്ലതല്ലെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒരു നല്ലത് ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പുതുതായിട്ടൊരു കാര്യം ചെയ്തിട്ട് അത് നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഒരാൾ സുബ്ഹ് നമസ്കാരം 2 റക്അത്തിന് പകരം നിസ്കാരമല്ലേ, നല്ലതല്ലേ, സുജൂദൊക്കെ ഉള്ളതല്ലേ, കുറേ പ്രാർത്ഥനയൊക്കെ ചൊല്ലാലോ, അതുകൊണ്ട് ഞാൻ 4 റക്അത്ത് നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ നമസ്കാരം സ്വീകരിക്കുമോ? ഇല്ല, അല്ലേ? ഉറപ്പല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യമാണെങ്കിലും നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ വിഷയത്തിൽ ചെയ്യാൻ പറ്റൂല. മതത്തിൻ്റെ വിഷയത്തിൽ ആ വാചകം ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും ചോദിക്കാറുള്ളത്, നിങ്ങൾ ബൈക്കിൽ പോകുന്നില്ലേ, നിങ്ങൾ ചെരുപ്പ് ധരിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പാൻറ് ധരിക്കുന്നില്ലേ, നിങ്ങൾ വാച്ച് കെട്ടുന്നില്ലേ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്കിൽ സംസാരിച്ചിട്ടുണ്ടോ? സത്യത്തിൽ അതാണോ ബിദ്അത്തിൻ്റെ വിഷയം വരുന്നത്? അതൊക്കെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, ഭൗതികമായ ചില സൗകര്യങ്ങൾ അയാളത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. എന്നാൽ മതവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ദീനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് കാണിച്ചു തരികയും വേണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് എണ്ണുകയാണ്. വലഅനല്ലാഹ്, മാന കാണില്ല, ഒന്ന് പൊക്കുവോ? ഒന്ന് പൊക്കോ. ഓക്കെ. വലഅനല്ലാഹ്, മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലഅനല്ലാഹു മൻ ലഅന വാലിദൈ, അള്ളാഹുവിൻ്റെ ശാപം, അള്ളാഹു ശപിക്കട്ടെ ആ വിഭാഗത്തെ. എന്താണെന്നറിയോ? മൻ ലഅന വാലിദൈ, തൻ്റെ മാതാപിതാക്കളെ ശപിച്ച ആളുകൾ. മാതാപിതാക്കൾക്ക് ശാപത്തിൻ്റെ വാക്കുകൾ പറയാം. മാതാപിതാക്കളോട് അവരെ ശപിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക, അവരെ ചീത്ത പറയുക, അങ്ങനെയുള്ളവരെ അള്ളാഹു ശപിക്കട്ടെ. പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പറയണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്, അല്ലേ? വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും, വല തഖുല്ലഹുമ ഉഫിൻ, നിങ്ങൾ അവരോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. വല തൻഹറുഹുമ, നിങ്ങൾ അവരോട് കയർത്തുകൊണ്ട് സംസാരിക്കല്ലേ. വഖുല്ലഹുമ ഖൗലൻ കരീമ, ഏറ്റവും മാന്യമായ വാക്ക നിങ്ങൾ അവരോട് പറയേണ്ടത്. ഒരു ഉമ്മാനോട് ഉപ്പാനോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അടിമയായ നമ്മൾ തൻ്റെ ഉടമയോട് എങ്ങനെ സംസാരിക്കുമോ അങ്ങനെ സംസാരിക്കണം. അത്രയും വിനയത്തോടുകൂടി സംസാരിക്കേണ്ട മാതാപിതാക്കളെ ശാപത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ഒരാൾ എതിരിടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അള്ളാഹു ശപിച്ചിട്ടുണ്ട്, ആ വ്യക്തിയെ എന്നാണ്.
അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതായിട്ടെണ്ണി വലഅനല്ലാഹ് മൻ ഗയ്യറൽ മനാർ, അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കട്ടെ ഒരു അതിര് വെച്ചിട്ട് ആ അതിര് നീക്കിക്കളയുന്ന ആളുകൾ. ഒരു പക്ഷേ പലരുടെയും സ്ഥലം തിരിച്ചറിയാൻ വേണ്ടിയും മറ്റുമൊക്കെ അതിര് വെക്കാറുണ്ട്. അതൊരു കല്ലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണിയായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സൗകര്യമായിരിക്കാം. അപ്പോൾ തനിക്ക് കിട്ടണമെന്ന ഉദ്ദേശത്തിൽ കുറച്ചങ്ങോട്ട് നീക്കി വെക്കുക, ഒരു 2 അടി അപ്പുറത്തേക്ക് മാറ്റി വെക്കുക, അളവെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് നീക്കി വെക്കുക. ഇങ്ങനെയൊക്കെ കുറച്ച് സമ്പത്തിനു വേണ്ടി, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അവരെയും അള്ളാഹു ശപിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ 4 വിഭാഗത്തിൻ്റെ കാര്യവും ഏറെ ഗൗരവപ്പെട്ട വിഷയമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിഷയം മനസ്സിലാക്കി ജീവിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.